ഹലോ അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി. എക്സംബോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു കീ ചെയിൻ മേക്കിംഗ് വീഡിയോ. അപ്പോൾ നമ്മൾ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും പലരും. അപ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വീഡിയോ ഇടുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളത് വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാൻഡി ബീഡ്സ്, ഗ്ലാസിൻ്റെ ക്യാൻഡി ബീഡ്സും പിന്നെ 10mm ബീഡ്സ്, പിന്നെ റെയിൻബോ ബീഡ് 6mm, ഹെഡ് പിന്ന്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള കീ ചെയിൻ ബേസ്. അപ്പോൾ ഞാൻ റെയിൻബോ ബീഡ് ഫസ്റ്റ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, ഗ്ലാസ് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടുമ്പം റെയിൻബോ എന്താ പറയുക, ഗ്ലാസ് നമ്മുടെ ഹെഡ് പിന്ന് പുറത്തോട്ട് വരും. ഉള്ളിൽ അവിടെ നിൽക്കില്ല, കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് റെയിൻബോ ബീഡ് ഇടുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ക്യാൻഡി ബീഡ് ഇടും. പിന്നെ എന്താ പറയുക, ഏറ്റവും അറ്റത്ത് ചെയിനിൻ്റെ ഏറ്റവും അറ്റത്താണ് ഫസ്റ്റ് ഞാനിത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡ് പിന്നിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല, കാരണം എനിക്ക് മടി വളരെ കൂടുതലാണ്. കട്ടർ കയ്യിലെടുത്തുണ്ടായിരുന്നില്ല, അതെടുക്കാൻ പോകാനുള്ളൊരു മടി, പിന്നെ കട്ട് ചെയ്യാനുള്ളൊരു മടി, അതൊക്കെ കൊണ്ട് ഞാനിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടി ഭംഗിയാക്കിയാൽ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് മറ്റേ എന്താ പറയുക, നമ്മുടെ ക്യാൻഡി ബീഡ് ചെയിനിൻ്റെ ഓരോ കണ്ണി ഇടവിട്ടിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെ സൗകര്യം എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ കണ്ണി ഇടവിട്ടിട്ട് നമ്മളെ ക്യാൻഡി ബീഡ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം പിന്നെ എന്താ പറയുക, നമ്മളെ 10mm ബീഡ്സില്ലേ, അത് ഓരോ ഇടവിട്ട കണ്ണിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, വളച്ചു കൊടുക്കുക. നമ്മുടെ ഇത് യൂസ് ചെയ്തിട്ട്, നമ്മളെ പ്ലെയർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ എന്താ പറയുക, വളച്ചു കൊടുത്തിട്ട് അവിടെ ഫിറ്റ് ചെയ്ത് വെക്കുക. വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ ഗ്യാപ്പിലും ഞാൻ 10mm ബീഡ്സും കൂടി അറ്റാച്ച് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് എന്തായി, ഒരു നല്ലൊരു ഭംഗിയിലുള്ള ഒരു കീ ചെയിൻ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഓരോരാൾക്കും ഓരോ ഐഡിയാസ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഓരോ സൈഡിലായിട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ കീ ചെയിൻ ഉണ്ടാക്കുമ്പോൾ നമ്മളെ കീ ചെയിൻ ചിലപ്പോൾ ഒരു സൈഡിൽ മാത്രമായിട്ട് മാറും. അപ്പോൾ ഒരു സൈഡിൽ ക്യാൻഡി ബീഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ബീഡ്സ് ഇപ്പുറത്തെ സൈഡിൽ വരാനുള്ള ഒരു ബീഡ്സിന് രണ്ട് സൈഡോട്ടായിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു നല്ല പെർഫെക്ഷനിൽ കിട്ടും. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് കിട്ടിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത്, രണ്ട് സൈഡോട്ടായിട്ടും നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഉള്ളത്. കീ ചെയിൻ, മെയിനായിട്ട് കീ ചെയിൻ്റെ ഒരു സിമ്പിൾ വീഡിയോ, സിമ്പിളായിട്ട് നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു വീഡിയോ. കുട്ടികൾക്ക് ബാഗിലൊക്കെ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിങ്ങനെ കുലുങ്ങുന്നത് കേൾക്കുമ്പോൾ കേൾക്കാൻ തന്നെ നല്ല സുഖമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ബാങ്കിളുടെ വീഡിയോ, അടുത്തത് ബാങ്കിളുടെ വീഡിയോ ആണ്. ഉടനെ തന്നെ നമ്മൾ ആ വീഡിയോസായിട്ട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആൾ നമ്മളെ പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാങ്കിളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. ബാങ്കിളുടെ വീഡിയോ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ഉച്ച കാര്യം ചെയ്തതിന് പ്രതീക്ഷിക്കാത്ത ഭംഗി കിട്ടുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരെ കാണുക. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ കീ ചെയിൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയുക, ബാങ്കിളുടെ വീഡിയോ വേണ്ടവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ, അടുത്തത് ബാങ്കിളുടെ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും